അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. നൂസിലു ബിൽ മുനാസിബി. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തത് ജംഉൽ മുദക്കരി സാലിമ്. അപ്പോൾ ജംഉ മുദക്കർ സാലിമ് മേലെ ഉള്ളതിൽ നിന്ന് ഏതാണോ അതെടുത്തെഴുതുക. അപ്പോൾ അതിൽ നിന്നും യോജിച്ചത് ഏതാണ്? സാജിദൂൻ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സാജിദൂൻ എന്ന് എഴുതി ചേർക്കുക. ഇനി രണ്ടാമത്തത് ജംഉൽ മുഅന്നസ് സാലിമാണ്. അതേതാണ്? മുഅല്ലിമാത്തുൻ എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത് അൽ മുഫ്രദുൽ മുദക്കർ. മുദക്കർ മുഫ്രദ് ഏതാണ്? മുസ്ലിമുൻ എന്നുള്ളതാണ്. പിന്നെ നാലാമത്തത് അൽ ഹുറൂഫുൽ ജാസിമ. ജസ്മ ചെയ്യുന്ന ഹർഫുകൾ എത്രയാണ്? ഹംസത്തുൻ 5. അപ്പോൾ അവിടെ 5 എന്ന് എഴുതുക, ഹംസത്തുൻ എന്ന് എഴുതി ചേർക്കുക. ഇനി അഞ്ചാമത്തത് അൽ ഹുറൂഫുൻ നാസിബ. നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ അതേതാണ്? എത്രയാണ്? അർബഅത്തുൻ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അർബഅ എന്ന് എഴുതി ചേർക്കുക. ഇനി ആറാമത്തത് ഹുറൂഫുൽ അത്തുഫി. അത്തുഫിൻ്റെ ഹർഫുകൾ അഷറത്തുൻ. എത്രയാണ്? 10. അപ്പോൾ അവിടെ അഷറത്തുൻ എന്ന് എഴുതി ചേർക്കുക. ഇനി രണ്ടാമത്തെ ഭാഗം നലാവ് അലാമത്ത് സ്വഹീഹി അലൽ മുനാസിബി. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് യോജിച്ചത് ആ 3 ഓപ്ഷനിൽ നിന്നും ഏതാണോ അതിന് നേരെ ശരി അടയാളപ്പെടുത്താനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. ജംഉൽ മുഅന്നസി സാലിമ് യുർഫഉ. ജംഉ മുഅന്നസ് സാലിമ് റഫ് ചെയ്യപ്പെടും. എങ്ങനെ? എന്തുകൊണ്ടാണ്? ബിൽ ലമ്മത്തി. ലമ്മത്ത് കൊണ്ടാണ് റഫ് ചെയ്യുക. അപ്പോൾ അവിടെ ലമ്മത്ത് എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തേത് തഖൂമു മക്കാനുൽ ഇസ്മി ളാഹിറ. തഖാമു മക്കാനിൽ ഇസ്മി ളാഹിറ. അപ്പം അതിനോട് യോജിച്ചത് ഏതാണ്? തഖൂമു അത് നിൽക്കും, മക്കാനുൽ ഇസ്മി ഇസ്മിൻ്റെ സ്ഥാനത്ത്, ളാഹിറ പ്രകടമായ ഇസ്മിൻ്റെ സ്ഥാനത്ത് അത് എന്താക്കും? നിൽക്കും എന്നത് അതിനോട് യോജിച്ചത് ഏതാണ്? ഏതാണ് നിൽക്കുക? അൽ ലമാഇറ. അപ്പോൾ ലമീറിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇത്. അപ്പോൾ അവിടെ ലമാഇറു എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ അവിടെ ലമാഇറു എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത് ലൈസൽ ഹംറു. കള്ളല്ല, കള്ള് അല്ല, എന്തല്ല? ദവാഅൻ എന്നുള്ളതാണ്. അപ്പോൾ ദവാഅൻ എന്ന് പറഞ്ഞാൽ മരുന്ന് എന്നാണ്. അപ്പോൾ അവിടെ മരുന്ന് എന്നതിന് ദവാഉൻ എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തത് നാസിബുൽ ഫിഅലിൽ മുളാരി. മുളാരി ആയിട്ടുള്ള ഫിഅലിനെ നസ്ബ് ചെയ്യും. ഏതാണ്? അത് വല്ലയാണോ അല്ലെങ്കിൽ ലൈത്തയാണോ? കൈ എന്നുള്ളതാണ്. അപ്പോൾ കൈ എന്നതിന് നേരെ അടയാളപ്പെടുത്തുക, ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത് ഫതഹത്തി. ഫതഹത്തി അപ്പോൾ തുറന്നു, ഡേഷ് അൽ ബാബ വാതിൽ. അപ്പോൾ അവിടെ എങ്ങനെയാണ്? ഫതഹത്തി എന്നുള്ളത് അബാണോ ഒഹാണോ? അല്ല. അപ്പോൾ അവിടെ ഉമ്മു എന്നുള്ളതാണ് ശരി. അപ്പോൾ അവിടെ ഉമ്മ വാതിൽ തുറന്നു. അപ്പോൾ അൽ ഉമ്മു എന്നതിൻ്റെ നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അൽ മഫ്ഊലുൽ മുത്തലക്ക്. മഫ്ഊൽ മുത്തലക്ക് ഏതാണ്? നായിബ് ഫായിലാണോ, ദർഫാണോ, മസ്ദർ ആണോ? അപ്പോൾ അവിടെ മസ്ദർ എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പം മസ്ദർ എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത് നുലാഹിഉൽ ജുമലു. നുലാഹിഉൽ ജുമലി വനക്തുബു ഫിൽ ഫറായി മായുത്തലബു. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മായുത്തലബ് അതിലെന്താണ് തേടുന്നത് എന്നും, അപ്പോൾ തേടുന്ന അതിൻ്റെ ഫറായ് ഏതാണെന്നും അവിടെ എഴുതണം. അപ്പം ഫറായാണ് നമ്മൾ എഴുതേണ്ടത്. ഒന്നാമത്തെ അൽ കഅബത്തു ഖിബ്ലത്തുൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ ഖിബ്ല കഅബയാണ്. അപ്പം അത് മുളാഫ് ഏതാണ്? മായുത്തലബ് പറഞ്ഞാൽ തേടുന്ന ഒന്ന്. അപ്പോൾ അതിൽ നിന്ന് തേടുന്നത് മുളാഫിനാണ്. അപ്പോൾ മുളാഫ് ഏതാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. ഏതാണ്? ഖിബ്ല. ഖിബ്ല എന്നുള്ളതാണ്, ഖിബ്ലത്തു എന്നുള്ളതാണ് മുളാഫ്. അപ്പം ഇവിടെ ഖിബ്ലത്തു എന്ന് എഴുതി ചേർക്കുക. ഇനി രണ്ടാമത്തത് ദഹബ്തു ഇല ബൈത്തിൽ ഉസ്താദി. ദഹബ്തു ഞാൻ പോയി, ഇലൽ ബൈത്തിൽ ഉസ്താദി ഉസ്താദിൻ്റെ വീട്ടിലേക്ക്. ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി. അപ്പോൾ അത് തേടുന്ന എന്താണ്? മായുത്തലബു മജ്റൂറാണ്. അപ്പോൾ മജ്റൂർ ഏതാണ്? അതിൽ ബൈത്തി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ബൈത്തി എന്ന് എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തേത് മുഹമ്മദുൻ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി ആരാണ്? റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. അപ്പം മായുത്തലബ് മുളാഫുൻ ഇലഹിയാണ്. അപ്പോൾ അതിൽ മുളാഫുൻ ഇലഹി അള്ളാഹ് എന്നുള്ളതാണ്. റസൂലുള്ളാഹി എന്നുള്ള അള്ളാഹി എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ എഴുതി ചേർക്കുക. നാലാമത്തത് അൽ ഖുർആനു കലാമുല്ലാഹ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അതിൽ മായുത്തലബുൽ മുബ്തദ ആണ്. മുബ്തദ ഏതാണ്? അതിൽ അൽ ഖുർആനു എന്നുള്ളതാണ്. അപ്പോൾ അൽ ഖുർആനു എന്നുള്ളത് അവിടെ എഴുതി ചേർക്കുക. ഇനി അഞ്ചാമത്തത് അൽ ഹംറു ഉമ്മുൽ ഖബായിസ്. മദ്യപാനം എന്നുള്ളത് ഉമ്മുൽ ഖബായിസ്, സർവ്വ തിന്മകളുടെയും ഉമ്മയാണ്, മാതാവാണ്. അപ്പോൾ അതിൽ ഖബർ ഏതാണ്? അൽ ഉമ്മു എന്നുള്ളതാണ്. അപ്പോൾ ഉമ്മു എന്നതാണ് ഖബർ. അപ്പോൾ അതവിടെ എഴുതി ചേർക്കുക. ഇനി ആറാമത്തത് അള്ളാഹു നൂറു സമാവാത്തി വൽ അർള്. അള്ളാഹു
ആകാശഭൂമികളുടെ നൂറാണ്. അപ്പോൾ അവിടെ മഅ്തൂഫ് ഏതാണ്? വൽ അർലി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വൽ അർലി എന്നത് എഴുതി ചേർക്കുക. ഇനി നാലാമത്തെ ഭാഗം നക്തുബു ഫിൽ ഫറാഗിൽ ഔഫഖ മിമ്മ ബൈനൽ ഖൗസൈനി. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം ബ്രാക്കറ്റിൽ നിന്നും അതിനോട് ഓരോന്നിൻ്റെയും യോജിച്ചത് എടുത്തെഴുതാൻ. ഒന്നാമത്തെ ഡാഷ് യൂസുഫുൻ നായിമൻ. യൂസുഫ് അലൈഹിസ്സലാം ഉറങ്ങുന്നവനായിരുന്നു. അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്? ബാത്ത എന്ന് ആണ് വേണ്ടത്. അപ്പോൾ ആകുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം ഉറങ്ങുന്നവനാകുന്നു. അപ്പോൾ അവിടെ ബാത്ത എന്നാണ് വേണ്ടത്. രണ്ടാമത്തത് അൽ വലതു ഡാഷ് യഹ്ലുറു ഫിൽ മദ്രസത്തി. അൽ വലതു കുട്ടി ലം യഹ്ലുർ, ആൺകുട്ടി എന്തായിട്ടില്ല? ലം യഹ്ലുർ, ഹാജറായിട്ടില്ല. ഫിൽ മദ്രസത്തി എവിടെയാണ്? മദ്രസയിൽ. അപ്പം ആയിട്ടില്ല, ലം ആണ് അവിടെ വേണ്ടത്. ഇനി ലാക്കിന്നൽ ഖംറു ദാഉൻ. ലാക്കിന്ന എങ്കിലും, അൽ ഖംറു അവിടെ വേണ്ടത് ഏതാണ്? ലാക്കിന്ന എന്നതാണ്. എങ്കിലും അൽ ഖംറു മദ്യപാനം, ദാഉൻ രോഗമാണ്. അപ്പം നമ്മൾ മേലെ പറഞ്ഞിട്ടുണ്ടല്ലേ, ലൈസൽ ഖംറു ദവാഅൻ ലാക്കിന്നൽ ഖംറു ദായിമൻ. അപ്പം ലാക്കിന്ന എങ്കിലും, അൽ ഖംറു മദ്യം, ദാഉൻ രോഗമാണ്. ഇനി നാലാമത്തത് ജാഅത്തിൽ ഉമ്മു. ഉമ്മ വന്നു. പിന്നെ അവിടെ എന്താ? ബലിൽ ജദ്ദത്തു. പക്ഷെ അത് ഉമ്മയല്ല, ആരായിരുന്നു? എന്നല്ല. ബലി എന്നാൽ എന്നല്ല, അൽ ജദ്ദത്തു അത് വല്യുമ്മയായിരുന്നു എന്നാണ്. അപ്പോൾ അവിടെ ബലി എന്നാണ് കൊടുക്കേണ്ടത്. ഇനി അഞ്ചാമത്തെ ഇന്നൽ ഖംറു ഹറാമുൻ അലൈന. അപ്പോൾ അവിടെ കൊടുക്കാനുള്ളത് ഇന്ന എന്നുള്ളതാണ്. ഇന്നൽ ഖംറ തീർച്ചയായും മദ്യപാനം, ഹറാമുൻ അലൈന നമ്മുടെ മേലെന്താണ്? ഹറാമാണ്. ഇനി ആറാമത്തത് ഇഅലം അന്നൽ മൗത ഖരീബുൻ. ഇഅലം നീ അറിയുക, അന്ന തീർച്ചയായും, അൽ മൗത മരണം, ഖരീബുൻ അടുത്തതാണ്. അപ്പോൾ അവിടെ വേണ്ടത് മൗത എന്നതാണ്. ഇനി അഞ്ചാമത്തത് നുക്കമ്മിലു പൂർത്തിയാക്കാനുള്ളതാണ്. ഇദാലം യുദ്ക്കറു മഅൽ ഫിഅലി ഫായിലുഹു യുസമ്മ മജ്ഹൂലൻ. അപ്പോൾ ഫീലിൻ്റെ കൂടെ ഫായിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഫീലിൻ്റെ കൂടെ ഫായിൽ ഇല്ലെങ്കിൽ അതിനെന്ത് പറയും? മജ്ഹൂൽ എന്നാണ്. ഇദാലം യുദ്ക്കറു പറഞ്ഞിട്ടില്ലെങ്കിൽ, മഅൽ ഫിഅലി ഫീലിനോട് കൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഫായിലുഹു അതിൻ്റെ ഫായിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ, യുസമ്മ അതിന് പേര് പറയപ്പെടും മജ്ഹൂലൻ, മജ്ഹൂൽ എന്ന്. അപ്പോൾ അവിടെ മജ്ഹൂലൻ എന്നതാണ് എഴുതാനുള്ളത്. രണ്ടാമത്തത് വമാ ബഅദ ഹുറൂഫിൽ അത്ഫി യുസമ്മ. വമാ ബഅദ ഹുറൂഫിൽ അത്ഫി അത്ഫിൻ്റെ ഹർഫിൻ്റെ ശേഷം വന്നതിന് എന്ത് പറയും? യുസമ്മ മഅ്തൂഫൻ. അതിന് മഅ്തൂഫ് എന്നാണ് പറയുക. അത്ഫിൻ്റെ ശേഷം വന്ന, അത്ഫിൻ്റെ ഹർഫിൻ്റെ ശേഷം വന്നത് ഇതിനാണ് എന്ത് പറയുക? മഅ്തൂഫ് എന്ന് പറയുക. ഇനി മൂന്നാമത്തത് ജമുൽ മുദക്കർ സാലിമി യുർഫഉ ബിൽ വാവി. ജമു മുദക്കർ സാലിമിന് റഫ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബിൽ വാവി വാവ് കൊണ്ടാണ്. അപ്പോൾ അവിടെ വാവ് കൊണ്ട് എന്ന് എഴുതി ചേർക്കുക. ഇനി നാലാമത്തത് വലൻ യുഅഖിർ അല്ലാഹു നഫ്സൻ. അല്ലാഹു തആല ഒരു ശരീരത്തെയും പിന്തിപ്പിക്കുകയില്ല. എപ്പോൾ? അവിടെ വാക്യം എന്താണ്? ഇദാ ജാ അജലുഹ അതിൻ്റെ സമയം എത്തിയാൽ. അപ്പോൾ ഓരോ നഫ്സിൻ്റെയും സമയം എത്തിയാൽ അല്ലാഹു തആല ഒരു നിമിഷം പോലും എന്താക്കൂല? പിന്തിപ്പിക്കില്ല. അപ്പോൾ ഇതാണുള്ളത് ഇദാ ജാ അജലുഹ എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തത് വ ഇലസ്സമായി ആകാശത്തിലേക്ക്. വ ഇലസ്സമായി കൈഫ റുഫിയത് അതെങ്ങനെയാണ് അവിടെ വേണ്ടതെന്ന്. വ ഇലസ്സമായി കൈഫ റുഫിയത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത്? അഫല യൻളുറൂന എന്നുള്ള ആ ഒരു സൂറത്തിൽ പറയുന്നത് അഫല യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്തു വ ഇലസ് സമായി. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നില്ലയോ? കൈഫ റുഫിയത് അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്, അല്ലേ? അപ്പോൾ അവിടെ കൈഫ റുഫിയത്ത് എന്നാണ് വേണ്ടത്. ഇനി ആറാമത്തത് വൽ മഅ്തൂഫ്. മഅ്തൂഫ് എന്ന് പറഞ്ഞാൽ മഅ്തൂഫ് യത്ബഉ പിന്തുടരും, അല്ല അൽ മഅ്തൂഫ് മഅ്തൂഫുൻ അലൈഹി. മഅ്തൂഫ് അലൈഹിനോട് പിന്തുടരും. ഏത് വിഷയത്തിൽ? ഫിൽ ഇറാബി ഇറാബിൻ്റെ വിഷയത്തിൽ. അപ്പം വൽ മഅ്തൂഫ് യത്ബഉ പിന്തുടരും, മഅ്തൂഫ് അലൈഹിയോട് എന്തിൻ്റെ വിഷയത്തിലാണ്? ഫിൽ ഇറാബി ഇറാബിൻ്റെ വിഷയത്തിൽ. അപ്പോൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഫിൽ ഇറാബി എന്നുള്ളതാണ്. ഇനി ആറാമത്തത് യുബയ്യിനു വ്യക്തമാക്കാനാണ്. അമലു കാന വ അഖവാത്തിഹ. കാന വ അഖവാത്തിൻ്റെ എന്ത് അമൽ എന്താണ്? അത് തർഫഉൽ ഇസ്മിനെ റഫ് ചെയ്യും, തൻസിബുൽ ഖബറിന് നസ്ബും ചെയ്യും. ഇനി രണ്ടാമത്തത് അൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഅലുൻ ഒരു ഫിഅലാണ്. യുദ്കറു മഅഹു അതിൻ്റെ കൂടെ പറയപ്പെടും അൽ ഫായിൽ. അപ്പോൾ ഫിഅലിൻ്റെ കൂടെ ഫായിൽ പറയപ്പെട്ട് കഴിഞ്ഞാൽ അതിനെന്ത് പറയും? മഅറൂഫ് എന്ന് പറയും. അപ്പോൾ നമ്മൾ നേരെ മേലെ കൊടുത്തിട്ടുണ്ട് നുക്കമ്മിലു എന്ന ഭാഗത്തിൽ ഇദാലം യുദ്കറു മഅൽ ഫിഅലി ഫായിലുഹു യുസമ്മ മജ്ഹൂലൻ. ഫിഅലിൻ്റെ കൂടെ ഫായിൽ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് മജ്ഹൂൽ എന്ന് പറയും. അപ്പോൾ മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ എന്താണ്? ഫിഅലുൻ യുദ്കറു മഅഹുൽ ഫായിലു. ഫിഅലിൻ്റെ കൂടെ ഫായിൽ പറയപ്പെടുന്നതിന് എന്ത് പറയും? മഅറൂഫ് എന്ന് പറയും. ഇനി മൂന്നാമത്തത് ജമ്മുൽ മുദക്കർ സാലിം. ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്.
മാ ദല്ല അല അക്സരി മൻ ഇത്നൈനി മഅ സലാമത്തി ബിനാഇ മുഫ്രദിഹി. എന്താണ്? രണ്ടിലധികം സാധനങ്ങളെ അതിൻ്റെ മുഫ്രദിൽ നിന്ന് മാറ്റിക്കൊണ്ട് പറയുന്നതിനാണ് എന്ത് പറയുക? ജമ്മു മുദക്കർ സാലിമ് എന്ന് പറയുക. ഇനി നാലാമത്തെ അൽ ഫിഅലുൽ മുദാരി യുൻസബു മത്ത. മുദാരി ആയിട്ടുള്ള ഫീലിനെ നസ്ബ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇദാ ദഖല അലൽ ഫിഅലിൽ മുദാരി നാസിബുൻ യുൻസബു. അപ്പോൾ മുദാരി ആയിട്ടുള്ള ഫീലിൻ്റെ മേൽ പ്രവേശിച്ചാൽ, നാസിബ് പ്രവേശിച്ചാൽ, നസ്ബ് ചെയ്യുന്ന ഹർഫുകളൊക്കെ പ്രവേശിച്ചാൽ അതിനെന്ത് ചെയ്യും? യുൻസബു നസ്ബ് ചെയ്യും. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.